നീലഗിരിക്കാട്, നിലമ്പൂർക്കാട്, മണ്ണാർക്കാട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതെന്താണപ്പാ ഈ ജാനകിക്കാട്? എടാ, പണ്ടെങ്ങാൻ രാമനും സീത ഇവിടെ വന്നിട്ടുണ്ടാവും. ആ പിന്നെ സീതയും രാമനൊക്കെ ഇക്കാട്ടിൽ വരികയല്ലേ. എന്തെങ്കിലും ഒരു കാരണം ഇല്ലാണ്ട് ജാനകിക്കാട് എന്നുള്ള പേര് വരൂലോ. ആ ഒന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. എങ്ങനെയാ സാർ ഈ കാടിന് ജാനകിക്കാട് എന്ന് പേര് വന്നത്? അതിന് ഒരു ചരിത്രമുണ്ട്. എന്താ ചരിത്രം എന്ന് പറഞ്ഞാൽ, ഇത് ഒരു വ്യവഹാരവുമായി ബന്ധപ്പെട്ട ചരിത്രമാണ്. എന്താ വ്യവഹാരം? കൂത്താളി മൂപ്പിൽ നായർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. നമ്മുടെ പ്രദേശത്തെ പണ്ടത്തെ നാടുവായിരുന്നു അദ്ദേഹം. അദ്ദേഹവും പെരിങ്ങാടിയും തമ്മിലൊരു വസ്തു തർക്കം ഉണ്ടായിരുന്നു. ദീർഘകാലം നീണ്ടുന്നൊരു വസ്തു തർക്കം. ആ കേസ് അവസാനം തീർപ്പായത് പ്രിവി കൗൺസിലിനാണ്. ബ്രിട്ടീഷുകാരുടെ ഭരണകാലമാണ്. അന്നത്തെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതി പ്രിവി കൗൺസിലാണ്. അന്ന് സുപ്രീം കോടതിയൊന്നുമില്ല. സുപ്രീം കോടതിയൊക്കെ വന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷമാണ്. ആ കേസിൽ മൂപ്പിൽ നായർക്ക് വേണ്ടി കേസ് വാദിച്ചത് പ്രശസ്ത അഭിഭാഷകനായിരുന്ന വലിയ കോമത്ത് കൃഷ്ണക്കുറുപ്പ് എന്ന് പറയുന്ന ആളായിരുന്നു. അദ്ദേഹം പേരുകേട്ട വക്കീലായിരുന്നു. ആ കേസിൽ അവസാനം മൂപ്പിൽ നായർ ജയിച്ച്. ആ വിജയിച്ചതിൻ്റെ സന്തോഷമായി പാരിതോഷികം എന്ന നിലയ്ക്ക് കൃഷ്ണക്കുറുപ്പിന് നൽകിയതാണ് ഇന്ന് ഈ കാണുന്ന വിശാലമായ വനപ്രദേശവും 50 ഏക്കറോളം ഇതിന് സമീപത്ത് തന്നെ വയലും. അദ്ദേഹത്തിൻ്റെ മരണശേഷം മകളായ ജാനകി അമ്മയ്ക്ക് ഈ പ്രദേശത്തിൻ്റെ കൈവശാവകാശം സിദ്ധിച്ചു. അപ്പോൾ ജാനകിയുടെ അധീനതയിലുള്ള കാട് എന്ന നിലയ്ക്കാണ് ഈ പ്രദേശത്തിന് ജാനകിക്കാട് എന്നുള്ള പേര് ലഭിച്ചത്.